നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകുകയാണ്. നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി 37-ാം സങ്കീർത്തനം അതിൻ്റെ 34-ാമത്തെ വാക്യം, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ചു നടക്കുക, എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും. ഉയർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. ആത്മീയ ഭൗതിക മേഖലകളിൽ ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആരും താഴ്ച ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ജീവിതം ജയപരാജയങ്ങളുടെ സമ്മിശ്രങ്ങൾ ജീവിതത്തിലുണ്ടാകും. ഉയർച്ചകളും താഴ്ചകളും ജീവിതത്തിൽ കടന്നു വരും. ഒരു മല കയറുകയാണെങ്കിൽ ആ മലയ്ക്ക് ഒരു ഇറക്കമുണ്ട്. അതുപോലെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുമുണ്ട്. എന്നാൽ എന്നും താഴ്ചയുടെ അവസ്ഥയിൽ ആയിരിക്കില്ല. ഏത് താഴ്ചയിലായിരുന്നാലും അവിടുന്ന് ഉദ്ധരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും സഹകരിക്കുകയും ദൈവാലോചനയ്ക്ക് നാം ചുവട് വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ ഉയർത്തുന്നവനാണ്. ഉയർത്താനുള്ള ദൈവത്തിൻ്റെ പ്രമാണമെന്താണ്? അതാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം വായിച്ചതായ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവയുടെ വഴി, യഹോവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ചു നടക്കാം, എന്നാൽ അവൻ ഭൂമിയെ അവകാശമാക്കുവാൻ നിന്നെ ഉയർത്തും. ദൈവത്തിൻ്റെ വഴി പ്രമാണിച്ചു നടക്കണം. ദൈവത്തിൻ്റെ വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. ഒത്തിരി ആൾ അതിലെ സഞ്ചരിക്കണമെന്നില്ല. അത് വേറിട്ട വഴിയാണ്. എന്നാൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ, ദൈവം നയിക്കുന്ന വഴിയിലൂടെ പോകാനാണ് എനിക്ക് താല്പര്യം എന്ന് മോശ പറഞ്ഞതുപോലെ, ദൈവമേ അങ്ങേ എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങയുടെ പിന്നാലെ അങ്ങേ അനുഗമിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞതുപോലെ നാം ദൈവം സഞ്ചരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മെ ഉയർത്തും. 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ രണ്ടാമത്തെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അപ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കുകയും, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്, ദൈവത്തിൻ്റെ നാമത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം ഉയർത്തും. 9-ാം സങ്കീർത്തനം 10-ാം വാക്യം, നിൻ്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. ദാനിയേൽ 11:32 വായിക്കുന്നു, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാൻ അതിലേക്ക് കടന്നു എന്ന് അഭയം പ്രാപിക്കും. സകല നാമത്തിനും മേലായ നാമം, രക്ഷിക്കുന്ന നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. ആ നാമത്തെ അറിയുന്ന വ്യക്തി അനുദിനം അനീതി വിട്ടകന്നുകൊള്ളണം എന്നുള്ളതാണ് അതിൻ്റെ മുദ്രയെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വഴി അറിയണം, ദൈവത്തിൻ്റെ നാമത്തെ മനസ്സിലാക്കണം. 147-ാം സങ്കീർത്തനം 6-ാം വാക്യം, യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു. താഴ്ചയെന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്, എന്നാൽ താഴ്മയെന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. തന്നെ താഴ്ത്തുന്നവനെ എല്ലാം ദൈവം ഉയർത്തും. ഒരാത്മീയൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരാത്മീയൻ എല്ലായ്പ്പോഴും താഴ്മ തൻ്റെ മനോഭാവമായി കൊണ്ട് നടക്കുന്നവന്. അഭിനയിക്കുന്നവരുണ്ട്, താഴ്മ അനുകരിക്കുന്നവരുണ്ട്. ചിലരിങ്ങനെ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് താഴ്മ അഭിനയിക്കും, എന്നാൽ മനസ്സ് ശരിയായിരിക്കില്ല. എന്നാൽ അങ്ങനെയല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവിനെ പോലെ താഴ്മയുള്ള മനോഭാവം. ആത്മാവിൻ്റെ ഫലങ്ങളുടെ കൂട്ടത്തിൽ താഴ്മ പറയുന്നില്ല. എന്നാൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകയാൽ. യേശുക്രിസ്തുവിൻ്റെ മുഖം ഏറ്റ് പഠിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളിലൊന്നാണ് താഴ്മ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ആരെയെങ്കിലുമൊക്കെ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കർത്താവ് ഏറ്റവും ഉയർത്തിയിട്ടുണ്ട്. ദൈവം താഴ്ത്തിയിട്ടുള്ള വ്യക്തികളിൽ പഴയ നിയമത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ആളാണ് യോസഫ് എന്ന് പറയുന്നത്. അത്രയും താഴ്ത്തപ്പെട്ടൊരു ചെറുപ്പക്കാരനുണ്ടോ? ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകൾ,
ചെറിയ പ്രായത്തിൽ അമ്മ മരിച്ചു, പൊട്ടക്കുഴിയിൽ സഹോദരന്മാരാൽ വീഴ്ത്തപ്പെടുന്നു, വലിച്ചു കയറ്റി, കെഞ്ചിയിട്ട് പോലും ദയയോടെ ഇടപെട്ടില്ല. ചെന്ന ഇടങ്ങളിൽ ആശ്രയമറ്റ് തെറ്റിദ്ധരിക്കപ്പെട്ട് കാരാഗ്രഹത്തിലായി. എത്രയോ വർഷങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടു. ദൈവം അനുവദിച്ചിട്ടാണ് അതെല്ലാം സംഭവിച്ചത്. എന്നാൽ ആ യോസഫിനെ ദൈവം ഉയർത്തി. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരുന്നാൽ ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തും. അടുത്തതായിട്ട് ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ ദൈവത്തിൻ്റെ നാലാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് സദൃശവാക്യം 4:8. ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തുക, എന്നാൽ അവൻ നിന്നെ ഉയർത്തും. ആവർത്തനം 28:1 വായിക്കുന്നു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ വചനത്തെ നാം പ്രമാണിച്ചാൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നാം വിട്ടുകൊടുത്താൽ, ദൈവത്തിൻ്റെ വചനത്തെ ആഴമായി സ്നേഹിച്ചാൽ ദൈവം നമ്മെ ഉയർത്തും. ദൈവീയമായിട്ടുള്ള ഉയർച്ച പ്രാപിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.